ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ 4ാമത്തെ എപ്പിസോഡിൽ ഇന്നും 4 എലിമിനേഷനുകളാണ് നടന്നിരിക്കുന്നത്. ഇന്നത്തെ എലിമിനേഷനിൽ 9 കണ്ടസ്റ്റൻറ്റുകളാണ് ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നത്. ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മോശം പ്രകടനം കൊണ്ട് സ്വന്തം ടീം അംഗങ്ങൾ തന്നെയാണ് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ആദ്യം എവിക്റ്റ് ആയിരിക്കുന്നത് അനഘയാണ്. രണ്ടാമത് എവിക്റ്റ് ആയിരിക്കുന്നത് അമലാണ്. അമൽ എവിക്റ്റ് ആവാനുള്ള കാരണമായി ജഡ്ജസ് പറഞ്ഞ കാര്യം ശരിയായി തന്നെയാണ് തോന്നിയത്. കാരണം അമലിൻ്റെ ശബ്ദം ഇവിടെ ഒന്നും കേൾക്കുന്നില്ല, അത്ര ആക്റ്റീവല്ല. ശബ്ദം ഉയർത്തേണ്ട അടുത്ത് ശബ്ദം ഉയർത്തണം. പക്ഷേ അമൽ ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ടാസ്കിലാണെങ്കിലും അമലിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഡേഞ്ചർ സോണിൽ വന്നതും. എന്തായാലും രണ്ടാമത് എവിക്റ്റ് ആയത് അമലാണ്. മൂന്നാമത് എവിക്റ്റ് ആയത് അസിയയാണ്. അസിയയും ഇതുപോലെ തന്നെ ആദ്യത്തെ ഒരു ദിവസം നല്ല പെർഫോമൻസും നല്ല എനർജറ്റിക്കുമായിരുന്നു. പിന്നീട് അസിയയിൽ ആ ഒരു എനർജി കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അസിയയാണ് മൂന്നാമതായി എലിമിനേറ്റ് ആയിരിക്കുന്നത്. നാലാമതായി എലിമിനേറ്റ് ആയിരിക്കുന്നത് പൂജയാണ്. പൂജയുടെ എലിമിനേഷനാണ് കുറച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം പൂജ അത്യാവശ്യം എനർജറ്റിക് ആയിരുന്നു. ഇന്നത്തെ ടാസ്കിലാണെങ്കിലും പെർഫോമൻസ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിരുന്നു. എന്തായാലും 3 ജഡ്ജസിൻ്റെയും ഡിസിഷൻ പ്രകാരം പൂജയും ഇന്ന് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അങ്ങനെ 40 കണ്ടസ്റ്റൻറ്റുകളിൽ തുടങ്ങിയ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇന്ന് 32 കണ്ടസ്റ്റൻറ്റുകളിൽ ചുരുങ്ങി നിൽക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.